നമ്മൾ മനുഷ്യർക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി ജീവികളാണ് നമ്മുടെ ആമസോൺ മഴക്കാടുകളിൽ ജീവിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളിൽ ഓരോ ദിവസവും പുതിയ ജീവികളെയാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തുന്നത്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആമസോൺ വനം ഇന്ന് വരെയും മനുഷ്യന് പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത്തരം വിചിത്രമായ ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ജീവികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ നോക്കുക. ഹാർപ്പി ഈഗിൾ ഇതൊരു സാധാരണ പക്ഷിയല്ല, ഇത് ആകാശത്തിന്റെ രാജാവാണ്. ഈ പരുന്തിന്റെ കണ്ണുകൾ 100 കണക്കിന് മീറ്റർ താഴെയുള്ള ചെറിയ ചലനം കാണും. അതിന്റെ ചിറകുകൾ കാറ്റിനെ പോലും കീഴടക്കും. അതിന്റെ നഖങ്ങൾ ഒരു കരടിയുടെ പല്ലുകളേക്കാൾ ശക്തിയുള്ളതാണ്. ഏകദേശം 1 മീറ്ററോളം ഉയരം, 2 മീറ്റർ വരെ നീളമുള്ള ചിറകുകളാണ് ഇവയ്ക്കുള്ളത്. മനുഷ്യന്റെ കൈവിരലുകൾക്ക് പോലും സമാനമായ വലുപ്പമുള്ള നഖങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഈ നഖങ്ങൾ ഒരു ഇരയെ പിടിച്ചാൽ അതിന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. അതിന്റെ പ്രധാന ഇരകളാണ് മരങ്ങളിൽ താമസിക്കുന്ന മൃഗങ്ങൾ. എന്നാൽ ഇത് വെറും ഭീകര വേട്ടക്കാരൻ മാത്രമല്ല, ഹാർപ്പി ഈഗിൾ ഒരു കരുത്തുള്ള മാതാപിതാവുമാണ്. ഒരു വലിയ മരത്തിന്റെ മുകളിൽ ഇവ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ഒരു വലിയ കൂട് നിർമ്മിക്കും. സാധാരണയായി ഒരു മുട്ട മാത്രമാണ് ഇവ ഇടാറുള്ളത്. അതിനാൽ ആ കുഞ്ഞിന് ലഭിക്കുന്ന പരിചരണം അത്യന്തം പ്രത്യേകമാണ്. ദി ബുള്ളറ്റ് ആൻഡ് ഇത് വെറും ഒരു ചെറിയ ഉറുമ്പ് മാത്രമല്ല, ഇത് പ്രകൃതിയിലെ ഏറ്റവും വേദനാജനകമായ കടിയുള്ള ജീവികളിൽ ഒന്നാണ്. ബുള്ളറ്റ് എന്ന പേര് വന്നത് അതിന്റെ കടിയേറ്റാൽ തോക്കിനുള്ളിൽ നിന്ന് വെടിയേറ്റതുപോലെ വേദന അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ പേര് ഇവയ്ക്ക് ലഭിച്ചത്. ബുള്ളറ്റ് ആൻഡുകൾ കൂട്ടമായി ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഒരു വലിയ മരത്തിന്റെ അടിത്തട്ടിൽ ഇവരുടെ കോളനി ഉണ്ടാകും. ഓരോ ഉറുമ്പിനും ഓരോരോ ജോലി ഉണ്ടാവും. ചില ഉറുമ്പുകൾ ഭക്ഷണം കണ്ടെത്തും, എന്നാൽ ചിലർ കൂടിനെ സംരക്ഷിക്കും. പക്ഷേ ഭീഷണിക്ക് വന്നാൽ എല്ലാവരും ഒരുമിച്ച് യുദ്ധത്തിലേക്ക് കടക്കും. ഈ ഉറുമ്പിന്റെ കടിയേറ്റ നിമിഷം ഒരു തീപിടുത്തം പോലെ വേദന ശരീരത്തിലൂടെ പടരും. ചിലർ പറയുന്നത് അത് മിന്നൽ ശരീരത്തിലൂടെ ഓടുന്നത് പോലെയായിരിക്കുമെന്നാണ്. ആ വേദന മണിക്കൂറോളം തുടരും. ഇതാണ് ഈ ചെറിയ ജീവിയുടെ ഏറ്റവും വലിയ ആയുധം. ഇവയുടെ വിഷത്തിൽ ഒണേറോടോക്സിൻ എന്ന ശക്തമായ രാസവസ്തു അടങ്ങിയിരിക്കുന്നു. ഇത് നാഡികളെ ബാധിച്ച് അത്യന്തം ശക്തമായ വേദനയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് വലിയ മൃഗങ്ങൾ പോലും ഇവയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ബുൾ ഷാർക്ക് സാധാരണയായി നമ്മൾ ഷാർക്കുകൾ കടലിൽ മാത്രം ജീവിക്കുന്നു എന്നാണ് കരുതുന്നത്. എന്നാൽ ബുൾ ഷാർക്ക് അതിൽ വ്യത്യസ്തമാണ്. ഇത് ഉപ്പുള്ള വെള്ളത്തിലും ശുദ്ധവെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന അപൂർവമായ ഒരു ശക്തിയുള്ള ജീവിയാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ നദിയിലും ഇത് കാണപ്പെടുന്നു. ബുൾ ഷാർക്കിന്റെ ശരീരം ശക്തവും കട്ടിയുള്ളതുമാണ്. അതിന്റെ മുഖഭാഗം വട്ടത്തിലും ഭീകരമായ കണ്ണുകളുമാണ് അതിനുള്ളത്. പക്ഷേ അതിന്റെ ഏറ്റവും വലിയ ആയുധം അതിന്റെ പല്ലുകളാണ്. മുറിച്ചു തെറിപ്പിക്കുന്നത് പോലെ മൂർച്ചയുള്ള പല്ലുകളാണ് ഇവയ്ക്കുള്ളത്. എന്നാൽ ഇവയുടെ പ്രത്യേകത മറ്റൊന്നുമുണ്ട്. മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ ഷാർക്കുകളിൽ ഒന്നായി ഇതിനെ കാണപ്പെടുന്നു. കാരണം ഇവ കടലിലും മാത്രമല്ല, നദികളിലും മനുഷ്യൻ നീന്തുന്ന സ്ഥലങ്ങളിലും എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവയെ അപ്രതീക്ഷിതമായ ഭീഷണി എന്ന് പലരും വിളിക്കുന്നു. എന്നാൽ ബുൾ ഷാർക്ക് പ്രകൃതിയുടെ ഒരു പ്രധാന ഘടകമാണ്. ഇത് ഭക്ഷ്യ ശൃംഖലയിൽ മുകളിലായി നിൽക്കുന്നു. ദുർബലമായ മീനുകളെയും ജീവികളെയും വേട്ടയാടി ജലപരിസ്ഥിതിയുടെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നു. ബ്ലാക്ക് കൈമൻ ആമസോണിലെ ഏറ്റവും വലിയ കീരിവർഗങ്ങളിൽ ഒന്നാണ്. ഇതൊരു വലിയ മുതലയെ പോലെ തോന്നും. കറുത്ത നീളമുള്ള ശരീരം. ചിലപ്പോൾ ഇത് 5 മീറ്റർ വരെ നീളത്തിൽ വളരും. വെള്ളത്തിൽ ഇത് കിടക്കുമ്പോൾ ഒരു മരത്തുണ്ട് പോലെ തോന്നും. പക്ഷെ അത് ജീവനുള്ള ഒരു ഭീഷണിയാണ്. ബ്ലാക്ക് കൈമണിന്റെ കടി അത്യന്തം ശക്തമാണ്. അത് പിടിച്ചാൽ അത് വിടുകയില്ല. പലപ്പോഴും അത് ഇരയെ വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുന്നത്. എന്നാൽ ഇവ മണ്ണും ചെടികളും ചേർത്ത് ഒരു കൂടുണ്ടാക്കി അതിലാണ് മുട്ടയിടുന്നത്. കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ അമ്മ അവരെ സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കും. ജാഗ്വർ ഇതൊരു ഭീകര വേട്ടക്കാരനായ പൂച്ചയാണ്. പക്ഷെ അതിന്റെ ശക്തി വെറും വേഗത്തിലല്ല, അതിന്റെ കൃത്യതയിലാണ്. ഒരു ജീവി നദിയുടെ അരികിൽ വെള്ളം കുടിക്കാൻ വരുമ്പോൾ ജാഗ്വറുകൾ സാധാരണയായി അവിടെ പതിഞ്ഞിരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് പെട്ടെന്ന് ഒരു മിന്നൽ പോലെ അത് ചാടി വീഴും. അതിന്റെ ശക്തമായ താടി ഇരയുടെ തലയോട്ടിയെ നേരിട്ട് പിടിച്ചെടുക്കുന്നു. മറ്റു വലിയ പുലികളിൽ നിന്ന് വ്യത്യസ്തമായി ജാഗ്വർ നേരിട്ട് തലയോട്ടിക്കാണ് ആക്രമിക്കുന്നത്. എന്നാൽ
ജാഗ്വർ കാട്ടിൽ മാത്രമല്ല വെള്ളത്തിലും രാജാവാണ്. ജാഗ്വർ മികച്ച നീന്തുകാരന്മാരാണ്. മീനുകളെയും ആമകളെയും ചെറിയ കൈമണുകളെയും വേട്ടയാടാൻ ഇവ വെള്ളത്തിലേക്ക് ഇറങ്ങും. പക്ഷേ ഇതിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ്. ജാഗ്വർ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. അത് ഒറ്റയ്ക്ക് തന്നെയാണ് വേട്ടയും ആടുന്നത്. അതിന്റെ പ്രദേശം അതിന് സ്വന്തം രാജ്യം പോലെയാണ്. മറ്റൊരു ജാഗ്വർ അതിലേക്ക് കടന്നാൽ അത് യുദ്ധത്തിന് തുല്യമാണ്. ഇതാണ് പോയ്സൺ ഡാർട്ട് ഫ്രോഗ്. ഇത് വളരെ ചെറിയ ഒരു തവളയാണ്. ചിലത് ഒരു വിരലിന്റെ നഖങ്ങളേക്കാൾ പോലും ചെറുതായിരിക്കും. പക്ഷേ അതിന്റെ പുറത്തിലുള്ള നിറങ്ങൾ എന്ന് പറയുന്നത് നീല, മഞ്ഞ, ചുവപ്പ്, പച്ച അങ്ങനെ ഒരുപാട് നിറങ്ങളായിരിക്കും ഇവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഈ സൗന്ദര്യം ഒരു മുന്നറിയിപ്പാണ്. പോയ്സൺ ഡാർട്ട് ഫ്രോഗിന്റെ ചർമ്മത്തിൽ അത്യന്തം ശക്തമായ വിഷമുണ്ട്. ചില സ്പീഷീസുകളുടെ വിഷം ഒരു ചെറിയ സ്പർശം പോലും അപകടകരമാക്കും. ഇവയുടെ ശരീരത്തിലുള്ള വിഷം ബാക്ട്രോക്കോടോക്സിൻ എന്ന ശക്തമായ രാസവസ്തുവാണ്. ഈ വിഷം നാഡികളെ തടസ്സപ്പെടുത്തി ശരീരത്തെ നിയന്ത്രണരഹിതമാക്കുന്നു. ആമസോണിലെ ചില ആദിവാസികൾ ഈ തവളയുടെ വിഷം അവയുടെ അമ്പുകളുടെ അഗ്രത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇതിന് ഡാർട്ട് ഫ്രോഗ് എന്ന പേര് ലഭിച്ചത്. അമ്മ തവള മുട്ടയിട്ടതിന് ശേഷം കുഞ്ഞുങ്ങൾ പുറത്തു വന്നാൽ അച്ഛൻ അവരെ തന്റെ പുറത്ത് കയറ്റി കാട്ടിലെ ചെറിയ വെള്ളക്കുഴിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നത്. അസാസിൻ ബഗ് ഇതൊരു ചെറിയ ബഗ്ഗാണ്. ഈ അസാസിൻ ബഗിന്റെ ഏറ്റവും വലിയ ആയുധം അതിന്റെ നീളമുള്ള സൂചി പോലെയുള്ള വായാണ്. അതിനെ വിളിക്കുന്ന പേരാണ് റോസ്ട്രം. ഇത് സാധാരണ വായല്ല, ഇതൊരു കുത്തുന്ന കത്തി പോലെയാണ്. ഒരു ചെറിയ കീടം അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് അസാസിൻ ബഗ് അതിന്റെ മുന്നിലേക്ക് നീങ്ങിപ്പോയി ഒരു നിമിഷത്തിൽ അതിന്റെ മൂർച്ചയുള്ള റോസ്ട്രം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു. ഇവിടെ തന്നെ കഥ അവസാനിക്കുന്നില്ല. അതൊരു വിഷം പോലെ പ്രവർത്തിക്കുന്ന ദ്രാവകം ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നു. ഈ ദ്രാവകം ഇരയുടെ ഉള്ളിലെ ഭാഗങ്ങളെ ദ്രാവകമാക്കുന്നു. അതിനുശേഷം അസാസിൻ ബഗ് അത് പതുക്കെ കുടിച്ചു തീർക്കുന്നു. ഇത് പ്രകൃതിയിലെ ഏറ്റവും ക്രൂരമായ വേട്ടയാടൽ രീതികളിൽ ഒന്നാണ്. ചില അസാസിൻ ബഗ് കൂടുതൽ ഭീകരമാണ്. അവ ഡിസ്കൈസ് ഉപയോഗിക്കുന്നു. മരിച്ച കീടങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പൊടി അല്ലെങ്കിൽ ചെടിത്തണ്ടുകൾ ഇവയെല്ലാം തന്റെ ശരീരത്തിൽ ചേർത്ത് വെച്ച് പരിസരത്തോട് ലയിച്ചു പോകുന്നു. ഇലക്ട്രിക് ഈൽ ഇത് സാധാരണമായൊരു മീനല്ല. ഇത് തന്റെ സ്വന്തം ശരീരത്തിൽ വൈദ്യുതിനെ ഉൽപ്പാദിപ്പിച്ച് മനുഷ്യരെയും മറ്റു മീനുകളെയും വേട്ടയാടി കൊല്ലുന്ന ഒരു മീനാണ്. ഇലക്ട്രിക് ഈലിന്റെ ശരീരത്തിൽ പ്രത്യേകമായ ഇലക്ട്രിക് അവയവങ്ങളുണ്ട്. അത് 600 വോൾട്ട് വരെ വൈദ്യുതി ഷോക്ക് നൽകാൻ കഴിയും. ഇലക്ട്രിക് ഈൽ തന്റെ ഇരയെ ആദ്യം വൈദ്യുതിയാൽ കുഴപ്പത്തിലാക്കും. അതിനുശേഷം അടുത്തേക്ക് വന്ന് എളുപ്പത്തിൽ പിടിച്ചെടുക്കുന്നു. പക്ഷേ ഇതിന്റെ വൈദ്യുതി വെറും വേട്ടയ്ക്ക് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു റേഡാർ പോലെ ഉപയോഗിക്കുന്നു. ചെറിയ വൈദ്യുതി സിഗ്നലുകൾ വിടുന്നതിലൂടെ ചുറ്റുപാടിലുള്ള വസ്തുക്കളെ ഇവ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മങ്ങിയ വെള്ളത്തിൽ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സിഗ്നൽ വിട്ടതിന് ശേഷം അതിന് അതിന്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഏകാഗിയാണ്. ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്, ഒറ്റയ്ക്കാണ് വേട്ടയാടുന്നതും. നമ്മളിപ്പോൾ നോക്കിയത് ആമസോൺ കാടുകളിലെ ഏറ്റവും വിചിത്രമായ മൃഗങ്ങളാണ്. നിങ്ങൾക്കിതിൽ ഏത് മൃഗമാണ് വിചിത്രമായി തോന്നിയിരിക്കുന്നത് എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. അതുമാത്രമല്ല ഇതുപോലത്തെ വീഡിയോ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം.